ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. അറിവ് സമ്പാദ്യമെന്ന് പറയുന്നത് മുഅ്മിനാകാൻ അനിവാര്യമായ ഒരു കാര്യമാണ്. മുഅ്മിനായി ജീവിക്കണമെങ്കിൽ അവൻ അറിവുണ്ടായിരിക്കണം. ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അറിവുകൾ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലെ വാണിജ്യവും വ്യവസായവും കൃഷിയും വ്യവഹാരങ്ങളും നടത്താൻ വേണ്ടിയുള്ള അറിവുകളും മാത്രമല്ല, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാനുള്ള അറിവ്, അത് അവൻ്റെ സ്വഭാവ സംസ്കരണത്തിൻ്റെ അറിവാണ്. യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യനാകുമ്പോൾ ജീവിക്കുന്നു, ആഹാരം കഴിക്കണം, എല്ലാവരും വസ്ത്രം ധരിക്കുന്നുണ്ട്, എനിക്കും വസ്ത്രം ആവശ്യമാണ്, മഴയും വെയിലും കൊള്ളാതെ ജീവിക്കാൻ ഒരു പാർപ്പിടം വേണം, പണമുണ്ടാക്കണം, പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൃഷിയെങ്കിൽ കൃഷി, വാണിജ്യമെങ്കിൽ വാണിജ്യം, വ്യവസായമെങ്കിൽ വ്യവസായം, മയക്കുമരുന്ന് കച്ചവടമെങ്കിൽ അത്, അനധികൃതമായ മണൽ ഖനനമാണെങ്കിൽ അതും, കള്ളക്കടത്താണെങ്കിൽ അതായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ മനുഷ്യന് പണം മാത്രം ലക്ഷ്യമാകുമ്പോൾ ഉണ്ടാകും. മനുഷ്യൻ പഠിക്കുന്ന, അവൻ കണ്ടെത്തുന്ന ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലൂടെ അവന് കൈവരിക്കുന്ന സാങ്കേതിക വിദ്യയും അതുപോലെ യന്ത്രങ്ങളും അവൻ്റെ ജീവിതത്തെ എളുപ്പമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവ വിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമായതേത് അല്ലാത്തതേത് എന്നറിയൽ മനുഷ്യൻ അനിവാര്യമാണ്. അപ്പോൾ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമായിട്ട് അവന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം മനുഷ്യനെ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ആത്മാവ് ആണ്. ആത്മാവിൻ്റെ സ്വഭാവങ്ങളാണ് മനുഷ്യ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവാധിരാജനായ റബ്ബ് തആല ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ് മനുഷ്യനെ പടച്ചതിൽ ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യൻ ഏതു രൂപത്തിൽ നടക്കണം എന്നതിവിടെ പഠിപ്പിക്കാനാണ് ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന അറിവുകൾ പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. നോബിൾ ക്യാരക്ടേഴ്സിൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനാകുന്നത് അവന് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ്. അസ്സബ്റു, ക്ഷമയാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആവേണ്ടത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതി ക്ഷമയാണ്. അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമയെന്ന് പറയുന്നത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്താണ്, മുസീബത്തുകൾ പറ്റുന്ന ആ സമയത്താണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷമിക്കാം എന്ന് പറയുന്നത് ക്ഷമയാവുകയില്ല. അതുപോലെ സഹനമാണ്. വെയിലും തണുപ്പും, ഘോരഘോര മഴയും അതികഠിനമായ ചൂടും, പ്രകൃതിയിൽ അല്ലാഹു തആല ഇതെല്ലാം സംവിധാനിക്കുന്നത് മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ്. അതുപോലെ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ക്ഷാമവും പട്ടിണിയും ദുരന്തങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം സഹിക്കാൻ മനുഷ്യന് കഴിയണമെങ്കിൽ ഇതിനെല്ലാം മേലെ സർവാധിരാജനായ അല്ലാഹുവാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതെന്തും എനിക്ക് സ്വീകാര്യമാണ് എന്നവന് വിശ്വാസമുണ്ടാകണം. അല്ലാഹുവിലുള്ള വിശ്വാസമാണ് മനുഷ്യന് ക്ഷമ നൽകുന്നത്, കോപത്തെ നിയന്ത്രിക്കുന്നത്. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ അവൻ ഭൂമി നശിപ്പിക്കും, അവൻ എന്തും തച്ചുടക്കും, എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യും, പിന്നീടവൻ ഖേദിക്കും. ആ സമയത്ത്
വിവേകത്തോടുകൂടി ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ കോപത്തെ കൺട്രോൾ ചെയ്യും. ഏറ്റവും ശക്തവാൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അവൻ കോപത്തെ കൺട്രോൾ ചെയ്യുന്നവനാണ്. അതാണ് ശക്തി എന്ന് പറയുന്നത്. കോപത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുപോലെ മറ്റുള്ളവരോട് അസൂയ, മറ്റുള്ളവൻ്റെ മുതൽ കാണുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും അവനിലുണ്ടാകാൻ പാടില്ലാതെ നശിച്ചു കാണണം എന്നുള്ള ചിന്തയാണ് അസൂയ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയാൽ എത്രയും പോരാ, ഇനിയും ഏറെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. കൊതിയും അത്യാഗ്രഹവും അസൂയയും എല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളെ ചികിത്സിക്കുന്നത് അതിന് വിപരീതമായ രീതികളെ നിർബന്ധിതമായ രീതിയിൽ തൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അതിന് മനുഷ്യൻ നിരന്തരമായ ഉപദേശങ്ങൾ കേൾക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുകയും നന്മയുടെ ശബ്ദങ്ങൾ കേൾക്കുകയും സ്വാലിഹ്യങ്ങളുമായി സഹവസിക്കുകയും നന്മയുടെ ഇടങ്ങളിൽ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുകയും വേണം. മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പരമാവധി സമയം അവിടെ ചെലവഴിക്കുക. പുറത്തുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാലുള്ള സമയം മുഴുവനും മസ്ജിദിൽ ചെലവഴിക്കുക. അതുപോലെ നന്മ പറയുന്ന കേൾക്കുന്ന സ്ഥലങ്ങളിൽ ചെലവഴിക്കുക. അങ്ങനെ മലീമസമായൊരു ലോകത്ത്, മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുന്ന ഒരു കാലത്ത് നന്മയോടൊപ്പം നിൽക്കാൻ കൂടുതൽ കഠിനാധ്വാനവും ശ്രദ്ധയും മനുഷ്യന് ആവശ്യമുണ്ട്. ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള അദ്കാറുകൾ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നന്മയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നൽവഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് പെർഫെക്ഷൻ. അല്ലാതെ ഒരാൾ ഗ്രാജുവേറ്റായി, പോസ്റ്റ് ഗ്രാജുവേറ്റായി, PhD ആയി, പോസ്റ്റ് PhD ആയി എല്ലാമായിട്ടും അറിവുകളുടെ കൂമ്പാരം, കടലാസുകളുടെ ആധിക്യം എന്നല്ലാതെ അവനെ അത് മനുഷ്യനാക്കി തീർക്കുന്നില്ല. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ പരസ്പര സഹായം വേണം. ഗുരുനാഥന്മാരുടെ അധ്യാപനങ്ങൾ മാത്രമല്ല, സുഹൃത്തുക്കളുടെ സഹവർത്തിത്വം, നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. അംറും ബിൽ മഅറൂഫി സ്വദഖ, നന്മ ഉപദേശിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ, ചീത്ത വിരോധിക്കുക എന്ന് പറയുന്നതും ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായി കണ്ട് നിന്റെ കൂടെ നിൽക്കുന്നവരോട്, അയൽവാസികളോട്, സഹപാഠികളോട്, സഹകച്ചവടക്കാരോട്, സഹപ്രവർത്തകരോട് നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും നീ തയ്യാറായാൽ ഈ നാട് നന്നാകും.